കമ്മിറ്റി കഴിഞ്ഞെങ്കിൽ ഒന്ന് മാറി തരൂ. വീട്ടുകാർക്കൊന്നും വേറെ പണിയില്ല. എവിടെ പോയി? ഹോ, കാണ്ടായപ്പോ പേടിച്ചു പോയി. അനിയേ, ഇങ്ങനൊക്കെ നടന്നാ മതിയടാ. ഒരു കല്യാണൊക്കെ കഴിക്കണ്ടേ? സുധേച്ചിക്ക് ഒരു മോളല്ലേ? ആ, അതിന് അവളെനിക്ക് കെട്ടിച്ചേരും? ഇല്ലല്ല, എന്നാ കേട്ടെ. ഇവരുടെ നമ്മൾ ഉറപ്പായിട്ട് വിളിച്ചോടി പോകും. ഇവരെ അതവിടെ വെച്ചേ. നീ പോയി പപ്പടം മറക്കാൻ നോക്ക്. ഓ ശരി, ഒന്ന് മൂത്രം വെച്ചിട്ട് വരാം. അയ്യോ, ഇത് ഇന്നത്തേക്കാണ്. എന്തായാലും ജോലി ഏൽപ്പിക്കാന്ന് വിചാരിച്ചാൽ അതെല്ലാം കൂടെ എന്റെ തലേക്ക്. വേണ്ട, നിന്റെ അഴിയട്ടെ. ഇരിക്കുന്നേ. ആ, എന്റെ അപ്പൊ ഇറക്കുമല്ല, കേറ്റുവാണല്ലേ. എന്റെ പൊന്നനിയെ, നിന്നെ സമ്മതിക്കണട്ടോ. എന്റെ പരിപാടി കഴിഞ്ഞിട്ടോ, കേറിക്കോ. അത് പണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോ ബാറ്റിനടി ഉണ്ടതാ. ഇത്രയും വളയുള്ളൂ, എടുത്തോ. അളിയാ, ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. ലേഡീസ്, ഇതൊക്കെ വളയാത്തത്. അതെ, സിംഗിൾ എടുക്കണം പറഞ്ഞില്ലേ, സിംഗിൾ എടുത്തോട്ടാ. അമ്പിളിപ്പോ വരാട്ടാ. വന്നേ, ഇവിടെ നിന്നേ. ഇപ്പൊ എന്തൊട്ടിനും കൂടെ വന്നത്? നീ കുറച്ച് കാശ് അമ്മാവനെന്ന് പറഞ്ഞു വിടണം. ഏതമ്മാവൻ? ഏതമ്മാവനാ? നിനക്ക് ചെറുപ്പത്തിലേ കീ കൊടുക്കുമ്പോ തിരിയണ കുറങ്ങനെ തന്ന അമ്മാവൻ ഓർമ്മയില്ലേ? അതൊന്നും മറക്കരുതരാ. ആണല്ലേ? അമ്പിളി നോക്കണ്ട? അമ്പിളിയും കുമ്പിളിയും നോക്കണില്ലേ, അത് കാശ് കൊടുത്തേ. കൊണ്ടുപോയി കൊരങ്ങനെ അമ്മാവന് കൊടുക്കണേ. ആ കൊരങ്ങനെ പിടിക്കാനുള്ള കാശ്. അതെ, അളിയൻ എന്ത് പരിപാടിയാണ് വീടിന്റെ ഫ്രണ്ടിൽ കാണിച്ചു വെച്ചേക്കണത്? ആ ഫ്ലെക്സും തൊട്ടത് എല്ലാവരും അടിപൊളിയാന്ന് പറഞ്ഞാ. അത് അളിയന് മനസ്സിലാവാണ്ടാണ്, അളിയനെ കളിയാക്കണതാണ്. അമ്പിളിക്ക് ഭയങ്കര ഹേർട്ടായി, ഞാനാക്കി തകർന്നു പോയി. നമ്മുടെ അല്ല, എന്റെ അമ്പിളിക്ക്. നോക്കടാ അമ്പിളിയുടെ ഹാപ്പി. ഞാൻ നോക്കിട്ട് നീ മാത്രം ഹാപ്പി അല്ലാത്തോളൂട്ടാ. അതിന്റെ ചിരി കണ്ട പോവാന്ന് തോന്നൂടാ. അയ്യോ, ആ കുരങ്ങച്ചന്റെ മന കാശ് കൊടുക്കണ്ടേ? അയ്യോ, മറന്നു. ജസ്റ്റ് മിസ്. കഴിച്ചു. ശരി. എവിടെയാ? അവര് ഫോട്ടോ എടുക്കാനാന്ന് പറഞ്ഞ് മുകളിലേക്ക് കണ്ടുപോയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞില്ലേ? ഓ, അതാ ഒരു ആശ്വാസം. പക്ഷെ ഏത് സമയത്താണോ ഒരു വയ്യാവേലി കയറിയാന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ കല്യാണ ചക്കൻ അവിടെ? അവരെ ടെറസിലുണ്ട്. ഉണ്ണി എവിടെ? ഉണ്ണി നമ്മുടെ ഉണ്ണിയാണോ? പുള്ളി അകത്തുണ്ടാവും. അങ്ങനൊന്നും ഇല്ലെന്ന് അത് ആൾക്കാർ വെറുതെ പറഞ്ഞ. രാവിലെ വന്നു. അല്ല ചേച്ചി, ചേച്ചിക്ക് ആള് മാറിയതാ. ഇത് പിന്നെ എന്താ? അതെ, ഇവിടെ നിൽക്കണ്ട. കഴിച്ചാ? ഇപ്പൊ കസാരയുണ്ട്. ഹലോ. പോട്ടെ പോട്ടെ. കഴിച്ചാ? എന്തൊട്ട് സാധനല്ലേ? അതെ, നമ്മുടെ നാടൻ മലയാളി വാറ്റ്. സെയിമന്നെ. അതെ, നിങ്ങൾ ഈ അടിക്കുന്ന കൂട്ട് കാവട്ട സാധനമൊന്നും അല്ലത്. ആൽക്കഹോൾ കണ്ടന്റ് എത്രയാണെന്നറിയാവോ? 65%. കുറച്ചടിച്ചാ മതി. കുറച്ചടിച്ചാ മതി. ക്ലാസ്സും വെള്ളം എടുത്തോ, കുറച്ചടിച്ചേക്കാം. ഞാനിതൊന്നും വിളിപ്പിക്കട്ടെ. ഓരോന്ന് അടിച്ചിട്ട്. എന്തൊരു കേസെന്നറിയോ? നമ്മുടെ കുടുംബക്കാർ മാത്രല്ല, പുറത്തുനിന്ന് വന്നേക്കല്ലേ.
നാണക്കേടാവും. എന്നാ വേണ്ട ഓരോരോ ചെറുത് ഭക്ഷണത്തിന് മുന്നേ ചെറുത് ഓരോന്ന് അടിക്കാൻ. പോവാം. പുറത്തുനിന്ന് ആൾക്കാർ വന്നു തന്നെ നമ്മുടെ ആൾക്കാരുടെ നമുക്ക് അല്ല പ്രശ്നമില്ല. ഒരു ചെറുത് 30 കിലോ ചെറുത് ഭക്ഷണത്തിന് മുന്നേ ഓർമ്മ അടിക്കുന്ന ഡോക്ടർ പറഞ്ഞായിരുന്നു. അതൊക്കെ എനിക്കറിയാം. ഇതൊന്നും ഒളിപ്പിച്ച ഞാൻ പറയാം. എന്താ ബാത്റൂമിൽ എല്ലാം പോവാനായിരിക്കും അല്ലേ? അതാ അല്ലാതെ ആ മതി അരമല ഒരു കാലെടുത്തേ. ആ, വേണ്ട ഡയറ്റിംഗ് വലിയ പീസ് നോക്കിയിട്ട് കഴിക്കൂ. മതി മോനെ കഴിക്ക്. TP സിമി അല്ലേ? ആ എന്നെ മനസ്സിലായോ? ഇല്ല. ചേട്ടാ ഒന്ന് വേഗം നടന്നേ, വെള്ളം വെക്കേണ്ടത്. സിമി അമ്പിളിക്ക് ഇഷ്ടായോ? എന്ത്? ഇവിടുത്തെ വീടും പരിസരവും നിഷ്കളങ്കരായ ഇവിടുത്തെ നാട്ടുകാരൊക്കെ? ആ 5:10 എത്തിയാതാ. അമ്പിളിക്ക് എയർപോർട്ടിൽ ജോലിയായ കാരണം ഫ്ലൈറ്റിന്റെ സൗണ്ടൊക്കെ ശീലമായി കാണൂല്ലേ? കേട്ടോ അമ്പിളി, എനിക്കും ഒരു പൈലറ്റ് ആക്കണം എന്നായിരുന്നു ആഗ്രഹം. എന്നിട്ട് എന്ത് പറ്റി? ആ എനിക്ക് ഹൈറ്റ് പേടിയാണല്ലോ. ഇംഗ്ലീഷിൽ ഇതിനെ ആക്രോഫോബിയ എന്ന് പറയും. മോളെ ഇവന് വേറെ പല ഹോബികളും ഉണ്ട്. ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടാ. UK-ലായിരുന്നു. കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പോകും. ഞാൻ പറഞ്ഞിട്ടേ വേഗം പോകത്തുള്ളൂ. കഴിക്ക്. ഒരു സെക്കൻഡേ അമ്പിളി വരൂ. മഞ്ജു ഒരു സെക്കൻഡേ. മാളു സ്ഥലമൊക്കെ ഇഷ്ടമായോ? ഇഷ്ടായിട്ടാ. ഞാൻ ഇടക്കിടക്ക് വരാം. ഓ അതിനെന്താ. മാളു റീൽസ് ഒക്കെ ഇവിടെ ഒന്ന് എടുക്കാം. മുകളിൽ നല്ല വ്യൂ ആ ചേട്ടന് സ്ഥലം കൊടുക്ക്. പോട്ടെ. ഞാൻ പറഞ്ഞ കാര്യം എന്താ? അതൊന്നും നടക്കില്ല. നീ ഒന്ന് പോയേ. എടി ഇന്നവിടെ ആരും ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ തോന്നാ മതി. അതൊന്നും ശരിയാവില്ല. നീ ഒന്ന് മാറിക്കേ. ഇപ്പൊ നമ്മളോ താമസം കൊച്ചെ, നീ ആ രാജലക്ഷ്മിയുടെ പെങ്ങടെ മോളല്ലേ? അതെ. ഡി കൊച്ചെ, അവിടെ നിന്നേന്ന് ഒരു കാര്യം പറയട്ടെ മോളെ. എന്റെ പൊന്നു ചേച്ചി പിന്നെ പറയാം. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നീ അവിടെ നിന്ന് കയ്യും കണ്ണും കാണിക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. ആ ചെറുക്കനാണെങ്കിൽ ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത ചെറുക്കനാ. നീയോ തൊട്ടാ പൊട്ടുന്ന പ്രായം. എന്റെ മോളെ ആദ്യം നമ്മുടെ പുറകെ നടക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൂടെ നടക്കും. നമ്മൾ വളഞ്ഞൂന്ന് കണ്ടു കഴിഞ്ഞാൽ ഉമാരുണ്ടല്ലോ, ഈ തണുപ്പുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഊട്ടി, കൊടൈക്കനാൽ, ബാംഗ്ലൂർ, മൈസൂർ, അതുപോലത്തെ സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് ഇവന്മാരെ പൂതിയൊക്കെ തീരുമ്പോഴത്തേക്ക് വേസ്റ്റ് പോലെ നമ്മളെ വലിച്ചങ്ങ് കളയും. പിന്നെ കിടന്ന് നിന്റെ ഈ മൊബൈൽ ഉണ്ടല്ലോ, മൊബൈലിനകത്ത് ഗൂഗിളില്ലേ, അതിനകത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ പോലെ ഇവന്മാരെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ കരഞ്ഞിട്ടോ വീട്ടുകാരോട് പറഞ്ഞിട്ടോ ഒന്നും യാതൊരു പറഞ്ഞത് എങ്ങോട്ടാ കേറി കയറി പോകുന്നേ? പറഞ്ഞ എന്നെ അങ്ങ് വഴി തെറ്റിക്കുമല്ലോ. ഊട്ടി, കൊടൈക്കനാൽ, മൈസൂര്. എന്റെ കാര്യം നോക്കാനേ എനിക്ക് നന്നായിട്ട് അറിയാം. ചേച്ചി മോളുടെ കാര്യം നോക്കിയാൽ മതി കേട്ടോ. പറഞ്ഞതങ്ങോട്ട് പിടിച്ചില്ല. ഇവളൊക്കെ അനുഭവം വന്നേ പഠിക്കൂ. മോളെ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അമ്മേ ഞാനൊന്ന് ഇറങ്ങട്ടെ. എന്നാ പിന്നെ ഞങ്ങളങ്ങ് ഇറങ്ങട്ടെ. അമ്പിളിയായി ഇനിയിപ്പോ ഞങ്ങളൊന്നും വേണ്ടല്ലേ, പുതിയ ബന്ധുക്കളൊക്കെ ആയല്ലോ. ആരും ചിരിച്ചില്ല മാവാ, ചമ്മിപ്പോയി. മോനെ എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് മോളെ പൊന്നുപോലെ നോക്കണേ മോനെ. ജീവിച്ചിരിക്കണേ നോക്കാം മാവാ. വിട് വിട്. അയാൾ നമ്മുടെ ചക്കനെ ചെക്കി കൊല്ലു. ഇവരുടെ കൂട്ടത്തിലൊരു അമ്മാവനില്ലായിരുന്നോ? നിങ്ങളെങ്ങനെ അയാളെ കുടിപ്പിച്ച് കൊന്നോ? നീ ആവശ്യമില്ലാത്തവരൊന്നും പറഞ്ഞിട്ടുണ്ടാക്കല്ലേ. എന്നാ പിന്നെ ഇറങ്ങാം. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ചുറുചുറുക്കുള്ള പയ്യനാ. അവന് തന്നെ നല്ല ഇഷ്ടമായിട്ടോ ഏട്ടാ.
അളിയാ സാഗറെ നീ പോയില്ലേ? വാ, നമുക്ക് ഓരോന്ന് അടിച്ചിട്ട്. ഇപ്പോണ്ട അതെ കുറച്ച് കാര്യങ്ങൾ അവിടെ അല്ല, അറേഞ്ച് സാധനം അവിടെ ഇരിക്കുമല്ലേ? അത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഞാൻ സെറ്റ് ചെയ്തിട്ട് വിളിക്കും. റെസ്റ്റ് എടുത്തോ? അല്ല, ഞാൻ ഇവിടെ റെസ്റ്റ് എടുത്തോ? അല്ലാന്ന് അവിടെ ആൾക്കാരൊക്കെയാണ്. റെസ്റ്റ് എടുത്ത് വരുമ്പോഴേക്കും ഞാൻ വിളിക്കും. ട്ടാ. അല്ല, ഞാൻ അടിച്ചു പിന്നെന്താ? വിളിക്കും, നമ്മുടെ വിളിക്കും. തമാശ, വിളിക്കും, ഉറപ്പ്. പാട്ട്, അമ്പാ, പൊളിക്കില്ല അവള്. അളിയാ, അതെ, ഒരു ചെറുത്. വിളിക്കുമ്പോൾ കണ്ടിരിക്കുന്നില്ല. ഇല്ല, എടുക്കും. ഓക്കെ, വിളിക്കൂട്ടാ. സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ ഇട്ടോ. എടുത്തോ. ഓക്കെ പോയി കിട്ടി കൊണ്ടാകും. അടുത്ത് ഇനി പന്തൽ നോക്കി പന്തലൊക്കെ ഈ ഇടയിലുള്ള ഒന്നും കത്തണല്ലോ. മഴ നോക്കാം, ഊര് നോക്കാം. കാരൊന്നിടിച്ചതാ. ഏയ് നിങ്ങൾ ഇത് കണ്ടെങ്ങോട്ടാണ്? ആ ടർസിൽ പോവാ, അവിടെയല്ലേ പരിപാടി. എടുത്ത് കള്ളലത് പോവാണ്. പോവാ പറ്റിച്ചാണെങ്കില ഉണ്ണികളിയാണ് പറ്റിക്കും, പറയാൻ പറ്റൂല. അതെ, എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. ഞാൻ ഒന്ന് കവർ ഓർന്ന് കാണിച്ചിട്ടില്ലും പോടാ. എന്റെ ഒരു സമാധാനത്തിനാന്ന്. ഒന്ന് പോയിറക്ക. ചേച്ചി, അളിയനോ? ദേഹത്തുണ്ട്. ആ അളിയാ, ആരത്? അവിടെ പോയി കളിച്ചടാ. രണ്ടു വെച്ചടാ. എല്ലാം സെറ്റ്. എന്താ കളിയത്? പൂവ്. ആ, പൂവും വേണ്ട, പൂന്തളിരും വേണ്ട. ഉള്ളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ? പരിപാടി തുടങ്ങണല്ലോ. ആളി ഒന്ന് പുറത്തിറങ്ങി ഇറങ്ങി വരുമ്പോഴേക്കും ഞങ്ങൾക്ക് ഇവിടെ ചെറിയ ഡെക്കറേഷൻ ഉണ്ട്. അളിയാ, ഡെക്കറേഷൻ ബില്ല് വെച്ചോ. സുഗന്ധി ഫ്ലവേഴ്സ് കല്യാണഹാരം മുല്ലപ്പൂ റെബേക്കേ ബൊക്കെ 16,500 രൂപയെ. കാശിറക്കിയുള്ള പരിപാടി എന്റെ കാശല്ലേ? ആരെ കാശായാലും പരിപാടി കളാണോ അല്ലേ? 16,500 രൂപയ്ക്ക് ഈ പൂവും പൂക്കലേക്ക് സെറ്റ് ചെയ്ത സമയത്ത് കുറെ കുപ്പി എടുത്ത് വെച്ചിരുന്നെങ്കിലോ? നാളെ ക്രിസ്മസ് ആണ്, ബിവറയിൽ അടുക്കാൻ പറ്റൂല. മനസ്സിലായി, പോയി കണ്ടാൽ മതി. ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മതി. വന്നമ്മേ. അളിയനെ അറിയാലോ, അച്ഛന്റെ സ്ഥാനത്തല്ല ഞാൻ അളിയനെ കാണുന്നത്. ആകെയുള്ള ഫസ്റ്റ് നൈറ്റ് ആണ്, കൊളാക്കരുത് പ്ലീസ്. ചിക്കൻ ഫ്രൈ എടുത്തു. നീ നടക്ക്. എന്റെ കൺമണി. അല്ല സിമി, പാഴ്സലല്ലേ? സിമിക്ക് എന്നെ ഓർമ്മയില്ലേ? ഇല്ല. സിമിയുടെ കല്യാണം കഴിഞ്ഞോ? ഇതെന്റെ മോനാ. മോനോ? ആ, എന്താ മോന്റെ പേര്? ശരൺ. നൈസ് നെയിം. പണ്ട് തുരുത്ത് സ്കൂളിൽ വെച്ച് 3ാം ക്ലാസ് നമ്മൾ ഒരുമിച്ച് സംഘനൃത്തം ചെയ്തിട്ടുണ്ട്. നമുക്കായിരുന്നു ഫസ്റ്റ്. സിമിക്ക് ഓർമ്മയില്ലേ? ഇല്ല. ഞാൻ ഈ സ്റ്റാർ സിംഗറിലൊക്കെ പാടിയിട്ടുണ്ടായിരുന്നേ. ടി വിയിലുണ്ടായിരുന്നു. മുട്ടം വൈറലായിരുന്നു. പിന്നെ ഫസ്റ്റ് റൗണ്ട് തന്നെ പോയില്ലേ? താടി അവന്റെ ശൃംഗാരം. കൂടെ പഠിച്ചതാ, കൂട്ടുകാരിയാ, ക്ലോസ് ഫ്രണ്ടാ. അവിടെ എക്സ്പ്രഷൻ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ക്ലോസ് ഫ്രണ്ട് ആണെന്ന്. ക്ലോസ് ഫ്രണ്ട് എന്ന് വന്നേ. വാ, ഈ വാർപ്പെടുത്ത് ഒന്ന് ഫ്രണ്ടിലോട്ടെന്ന് വെച്ചേ. ഞാൻ ഒറ്റയ്ക്കോ? പിന്നെ ഈ വാർപ്പെടുക്കാൻ വേണ്ടി ഞാൻ 4 പേരെ വിളിക്കാൻ പോവല്ലേ? പന പോലെ വളർന്നില്ല. നിന്നെ കൊണ്ട് സാധിക്കും. ഇങ്ങോട്ട് വാ. പിടിച്ചേ. ഫ്രണ്ടിൽ കൊണ്ട് വെക്കണം കേട്ടോ. ഇതെന്താ ഉണ്ണികളി എത്ര നീളം? നീളം വേണ്ട, പിന്നെ ഇത് പൊങ്ങി നിക്കണല്ലോ. അത് പരിചയക്കുറവുണ്ടാ. എന്താ മോളെ? എനിക്കൊന്ന് കുളിക്കണമായിരുന്നു. അയ്യോ, ബാത്റൂം ഇവിടെ അല്ലല്ലോ, അവിടെയാണ്. കുത്തിപ്പൊക്കി നിർത്തിയല്ല. ഡ്രസ്സൊക്കെ അമ്മയായിരുന്നു. എന്താടാ ഇവിടെ? ഇവിടെ ചെറിയ ഡെക്കറേഷൻ പരിപാടികൾ. ഇതെന്താ ഇവിടെ കലാപരിപാടി? ഇവിടെ നമ്മുടെ റൂം ഡെക്കറേറ്റ് ചെയ്യുന്നു. സൃഷ്ടിക്കാൻ പോവുകയാണ്. ഇത് 2 സൈഡ് മടക്കി ഒരേ രീതിയിലുള്ള 2 അരയന്നക്കുട്ടന്മാർ റെഡി ആയിട്ടിരിക്കുന്നു. ഇതാണോ നിങ്ങൾ അരയുന്നത്? അല്ല, ഇത് ഉണ്ടാക്കിയപ്പോ അരയുന്നായിരുന്നു. ഇപ്പൊ ഇത് പൊങ്ങിക്കണം. അല്ല, ഇൻസുലേഷൻ എന്തിനാണ്? പിടിച്ചിട്ട് പോയടാ. കുറച്ചുകൂടെ പരിപാടി ഇവിടെ. നീ അങ്ങോട്ട് പോയേ. അരയനെ പൊളിഞ്ഞ ബാക്കിയെല്ലാം ഓക്കെയാണ്. എന്താണ് ഓക്കിന്? എല്ലാ ഓക്കിന് പിന്നെന്താ?
എന്നാ ടെറസിപ്പി ഒരെണ്ണം അടിക്കാം. മോളെ ഈ റൺവേ കണ്ട ഇതൊക്കെ പണ്ട് ഇഷ്ടികളായിരുന്നു. പഴയ പഴയ ഓർമ്മകൾ, വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ഇവിടെയാണ് ഒളിച്ച് താമസിക്കുക. മൊത്തത്തിൽ വിഷയമായിരുന്നു. ടോമിയുടെ വീട്ടിൽ കോംപ്രമൈസ്. അത് കഴിഞ്ഞ് ഞാനും മുട്ടസിപ്പിയും കൂടി വരുന്നു. മഞ്ഞപ്ര അരമന ഭാരത്തിൽ പോകുന്ന ഒരു 1.5 അടിക്കണം. ഞാൻ പറഞ്ഞു വേണ്ട, കച്ചറകളാണോടെ, ഇവനടിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞു നീ അടിച്ചോ, ഞാനില്ലാന്ന് പറഞ്ഞു. ഇവൻ കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞു, ഇവനെ കാണാനില്ല. ഞാൻ ചെന്ന് നോക്കിയപ്പോഴേ നമ്മുടെ ആശാനെ എയർമലത്തേക്ക് 10 12 പേര്. അവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് ഞാനും മുട്ടസിപ്പിയും കൂടിയിട്ട് ചൂട്ടപാടാ. എല്ലാവരും പറന്നോടി. ചേട്ടന്മാരാണോ ഓടിയത്? അവരോടി, മനസ്സിലായ? ഓ, ഹലോ ഉണ്ണിയെ തുടങ്ങാറായോ? ഇവിടെ സെറ്റ് ആവണല്ലോടാ. ആ ഇവിടെ നല്ല ലൂബിക്ക ഉപ്പിലിട്ട് തിരിപ്പുണ്ട്, എടുക്കട്ടെ? ടച്ചിങ്സ് അടിക്കാം. എടുത്തിച്ചോ. അതെ, വിളിക്കുമ്പോഴേട്ടാ മറക്കരുത്. ഓക്കെടാ. എടി ഒരു കവറിങ് എടുത്തേ. ആരളിയാ? മറ്റേ അമ്മ ഈ സ്വർണം വെക്കാൻ ഫ്രിഡ്ജിലോ? അല്ല, എവിടെയാ വെക്കണ്ടേ? റൂമിൽ ഷെൽഫില്ലേ, അതിൽ കൊണ്ടുവച്ചാ മതി. ആ ശരി. കുത്തി കറങ്ങാനോ? അതെ, അവൻ നിന്നോട് സാരി ഉടുക്കാൻ പറഞ്ഞതാ. അളിയാ, മറ്റേ ഈ കുലിക്കണ സാധനം ഉണ്ടോ? നീ ഇവിടെ കുലിക്കൊണ്ടിരുന്നോ? ഇവിടെ ആമ്പിള്ളേരെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുക. ഉള്ളത് വെച്ച് ചെയ്യടാ. അവന്റെ കുലിക്കണ സാധനം പ്രസവിച്ചൊന്നും വെച്ച് സൗന്ദര്യം അങ്ങ് പോവില്ലേ? അവര് സിനിമാ നടിയല്ലേ? അത് തന്നെയാ ഞാൻ പറഞ്ഞത്. അവർക്ക് ശരീരവും സൗന്ദര്യമൊക്കെ നോക്കണ്ടേ? ഇതൊക്കെ പണ്ടേ ഉണ്ടായിരുന്നെങ്കിലേ ഞാനിതുപോലെയൊക്കെ ചെയ്താന്. പ്രസവിക്കാനും നിക്കില്ല. നാരണ പ്രസവിച്ച തള്ളി പറയണേ. എന്തറിഞ്ഞിട്ട് പറയണേ? എന്താ കുഴപ്പം? എല്ലാവരും ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നാ. ഞങ്ങള് വല്ലപ്പോഴും കാണുന്നവരല്ലേ. ഓ കറക്റ്റ് അല്ലേ? പെണ്ണിനെ ഒന്ന് കണ്ടേച്ചു വരാം. അതെ, എന്താണ് ഇങ്ങോട്ടാണ് പറയാം. ഇരിക്കി. അലിയ, ബെസ്റ്റ് ഇംപ്രഷൻ ഓഫ് ദ ഫസ്റ്റ് ഇംപ്രഷൻ എന്നല്ല പറയാ. അത് രാത്രിയല്ലേ, ടെൻഷൻ ഉണ്ടാവല്ലോ അല്ലേ? ടെൻഷൻ ഉണ്ട്, എന്താ ചെയ്യാ? ഒരു ചെറുതടിച്ചാ മതി, ഒരു പ്രശ്നമില്ല. അതൊന്നും ശരിയാവൂല, മാറിക്കിട്ടോ. ആരാമല്ലേ, ഞാൻ 3 അടിച്ചിട്ട് എന്റെ ഫസ്റ്റ് നൈറ്റിൽ കയറിയ. നിന്റെ പെങ്ങൾക്ക് ഒരു തരി പോലും കിട്ടിയില്ല. ആ ബാത്റൂമിൽ കയറുക, മേലൊന്ന് കുളിക്കുക, പല്ലേക്കുക, 2 ഏലക്കായ ചോദിക്കുക, അത്ര ഉള്ള സംഭവം വേണോ? ഇതൊരു ആപ്പൂപ്പ സാധനല്ല, മെയ്ഡ് ഇൻ കാനഡ. കാനഡ? ഒരു ക്ലാസ് എടുക്കുക, എന്നിട്ടായിരിക്കും ഒരു 60 ml. വേണ്ട, എന്നാ 30 ml ഒഴിച്ച്. 30 ml? ആരോമലേ, വെള്ളം അടിക്കുന്നവരോട് നിനക്ക് പുച്ഛാണ് അല്ലടാ? എന്റെ ഒടുക്കത്തെ കുടി കാരണമാണ് എനിക്ക് പെണ്ണ് കിട്ടാത്തല്ലേ? ഉണ്ണിയളിയോ, നീ ഇങ്ങനെ കുലുക്കിയിട്ട് നടന്നു, ബാക്കിയുള്ള രാത്രി ആഘോഷിക്കുന്നുണ്ടെന്നല്ലേ? വിഷമിപ്പിച്ചോട്ടാ. അതിലേക്കൊരു ഓറഞ്ച് പിഴിയ, അതിലേക്കൊരു ഐസ് ക്യൂബ് കൂടി ഇടുക. അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൊണ്ട് വെച്ച് മിക്സ് ചെയ്ത് കുറച്ച് ആപ്പിള്, കുറച്ച് മുന്തിരി, കുറച്ച് പൈനാപ്പിള്, 1 ടീസ്പൂൺ നല്ല തേൻ, പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ബാക്കി പറയാ. എന്നിട്ട് അതെടുത്തിട്ട് ഒരൊറ്റ വലി.
അളിയാ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല. ശരിയാവില്ല, ചുറ്റുള്ളതൊക്കെ കാണാം. ഫസ്റ്റ് നൈറ്റ് ആണ്. എന്റെ ആരോഗ്യത്തിന് തോക്കെയാണോ? ഇതിൽ കണ്ടന്റ് കൂടുതലാണെങ്കിലും മദ്യം കുറവല്ലേ? അല്ലേ കൂടുതലും സേഫാണ്. സേഫ് ആണല്ലേ? സെറ്റല്ലേ? സെറ്റ് അളിയാ എന്റെ അടുക്കള എല്ലാം സെറ്റ് അവിടെ. അല്ല അമ്മ എങ്ങനെ അറിഞ്ഞു? അമ്മയും കുമ്മിയൊന്നും അറിയില്ലാന്ന്. ഇത് പാൽ കുടിക്കുന്ന പോലെ ഒരാളറിയില്ലാന്ന്. അന്ന് 2 ഗ്ലാസ് പാൽ കുടിച്ചാ മതിയാ? എന്തൊട്ട് കുട്ടിയുണ്ടോ പോലെ അളിയാ. ഇത് പിടിച്ചാ ഈ ഇലക്ക് വെച്ചാൽ മതിട്ടാ. ഓൾ ഈസ് വെൽ. അമ്പളിക്ക് വേണ്ടി പറഞ്ഞ അടിക്കാല്ലേ? പിന്നെ ചെല്ല്. എന്താ കരിക്കിരിക്കണ്ടോടെ? കരിക്കാ? നാടൻ സാധനം ഇരിക്കുന്നുണ്ട്, കൂട്ടിരിക്കാനാ. ഇവിടെ ഉണ്ടാവില്ല. ഞാൻ ഇപ്പൊ റെഡിയാക്കി. ഓക്കെ പോയിക്കോ. മുഖത്ത് നല്ല കുരുണ്ടല്ലോ മോളെ. ഇച്ചിരി പേരല്ലേ അരച്ചിട്ടാ മതി, വേഗം പോകും. ഞാൻ വിചാരിച്ച നല്ല മുടിയുണ്ടെന്ന് കേട്ടോ. ഇത് മൊത്തം തിരുപ്പനായിരുന്നല്ലോ. ഒട്ടുമില്ല. ആപ്പിളും മുന്തിരിക്ക കാക്കൊത്തി കൊണ്ടുപോയാ അമ്പിളി. നീ കഴിച്ചാ? ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചടാ. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ. വീട്ടിൽ മോള് ഒറ്റയ്ക്കാണോ? ഇത് പിടിയിറക്കാങ്ങട്. നീ എന്താ ഏലക്കാന്നല്ലേ? ഞാനപ്പോ ഏലക്കാന്ന് പറഞ്ഞു. നീ പറഞ്ഞു വീട്ടില് രക്ഷപ്പെട്ടല്ലേ? എടിമാരെ ഞാനങ്ങ് പോവാണേ. അങ്ങ് വന്നേക്കണേ. കൊച്ചൊറ്റയ്ക്കാ വീട്ടിലേ. ഒരുത്തരം മൂക്കിലടിച്ചുള്ളത് പാലളകി എന്നുള്ളത് ഉറപ്പാ. വീട്ടിൽ വന്ന് വാച്ച് നോക്കിയപ്പോണ്ടല്ല ചില്ല് പൊട്ടിട്ട് കട്ട ചോര. എന്നാലും ചേട്ടൻ എന്തൊരു മണ്ടന. ഇടിക്കാൻ പോകുമ്പോ ആരെങ്കിലും വാച്ച് കിട്ടുമോ? അതൊക്കെ ഊരി വെച്ചിട്ടുണ്ട് പെടയ്ക്കാൻ. എന്ത് പരിപാടിയാണിത്? ഒരടിക്ക് തീരെയില്ല, രണ്ടടിക്ക് തികയില്ല. അങ്ങനെ അയാളോ അയാളുടെ ഒരു ഒടുക്കത്തെ മൊട്ട സിബി. എനിക്ക് പണ്ടേ അറിയാളൂടാ. ഇപ്പൊ അയാളെന്നെ ഞാൻ അയാൾക്ക് എന്നെ അറിയാൻ പാടില്ല. അയാളെനിക്ക് ഇടിക്കണോടാ. ജോൺസന്റെ വിത്തല്ലേ നീ എങ്ങോട്ടേ പോന്നേ? അതമ്മ എന്തെങ്കിലും കാണിക്കട്ടെ. അതെ, അമ്പിളി അവിടെ റൂമിൽ കാത്തിരിക്കുക. നീ അങ്ങോട്ട് പോയേ. മാമ എന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലേ? അമ്പിളി വന്നിട്ട് കൊറേ നേരമായോ? ഞാൻ വന്നിട്ട് 10-25 കൊല്ലമായി. അമ്പിളിയുടെ സെൻസ് ഓഫ് ഹ്യൂമറിനെ പറ്റി പെണ്ണ് കാണാൻ നേരത്തെ ആരും പറഞ്ഞില്ല. നൈസ് കോമഡി. കണ്ണു പിടിക്കണല്ലോ. താങ്ക് യു. എന്തിനാണ്? അല്ല, ഞാൻ പറഞ്ഞിട്ടാണല്ലോ ഈ സാരി ഉടുത്തത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പോനെ പറ്റൂ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയുടെ അടുത്തോ ചേച്ചിയുടെ അടുത്തോ പറഞ്ഞാൽ മതി കേട്ടോ. അവർ ഫുൾ ടൈം ഓണാ. ചേച്ചിക്ക് വേണ്ടേ? എനിക്കങ്ങ് വേണ്ട. എനിക്ക് സാധനത്തിന് മണം ഇഷ്ടമല്ല. കുറേ നേരമായിട്ട് ഞാൻ തന്നെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. അമ്പിളിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോളൂ കേട്ടോ. ആരോമലേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പറയരുത്, ജമ്മണ്ടങ്ങ് പറയരുത്.
എനിക്ക് മനസ്സിലാവണല്ല. അളിയ ഒന്ന് ക്ലിയർ ആയിട്ട് പറയൂ. എടാ ആദ്യ രാത്രി സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ അമ്പിളി ചിലപ്പോ ചോദിക്കും പ്രേമുണ്ടായിരുന്നോ സെറ്റപ്പ് ഉണ്ടായിരുന്നോ. ഒന്നും വിട്ടു പറയരുത്. പറഞ്ഞ ലൈഫ് ടൈം തീർന്നു. ഇനി അവളോട് വേണമെങ്കിൽ ചോദിക്കാം, അതിന് തെറ്റൊന്നുമില്ല. അവളായിട്ട് എന്തെങ്കിലും പറഞ്ഞ അതൊരു ബോണസാ. ഈ ഉണ്ണിയളിയൻ പ്രേമം ഉണ്ടായിരുന്നോന്ന്? ഞാനോ? നെവർ.